ഗുഡ് ഈവനിങ് ഓൾ. അപ്പോ ഓക്കെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ആങ്കറിനെ കുറിച്ചിട്ടായിരുന്നു അല്ലെ? അപ്പൊ ഈ ആഴ്ച നമ്മൾ എടുക്കാൻ പോകുന്നത് വാട്ട് അതേഴ്സ് തിങ്ക്, മറ്റുള്ളവർ എന്ത് എന്നെ കുറിച്ച് വിചാരിക്കും എന്ന ടോപ്പിക്കിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കാം. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം ഒരുവിധ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണിത്. അതായത് ആക്ച്വലി ഇതൊരു അസുഖം തന്നെയാണ്. നമ്മളെല്ലാരും വിചാരിക്കും, നമ്മൾ മനസ്സിലാവുന്നുണ്ടാവില്ല നമ്മളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത്. നമ്മളിങ്ങനെ തോട്ട്സിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതെന്താണ് നമ്മളിൽ നടക്കുന്നത് എന്ന് നമുക്ക് ചിലപ്പോൾ അവെയർ ആയിക്കൊള്ളുന്നില്ല. ബട്ട് ഇതിൽ അവെയർ ആയാലും നമുക്ക് അതിന്റെ കറക്റ്റ് കാര്യങ്ങളും സ്ട്രക്ചറും ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. സോ ഇത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു അസുഖമാണ്. ഓക്കെ, ഈ അസുഖത്തിലേക്ക് എക്സ്ക്യൂസ് മീ. ഓക്കെ, അപ്പം ഇതൊരു അസുഖമാണ്. ഒരു അസുഖം എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്കതൊരു പകർച്ചവ്യാധി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, പകർച്ചവ്യാധി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, അത് ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന ഒരു അസുഖത്തിനെയാണ് നമ്മൾ പകർച്ചവ്യാധി എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു അസുഖത്തിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് ഇത്, നമ്മളിൽ തന്നെ ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിന്തകൾ നമുക്ക് തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പകർന്നുകൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി വി ആർ ഗെറ്റിംഗ് ഇൻസൈഡ് എ ലൂപ്പ്, അല്ലെ? അപ്പം പകർച്ചവ്യാധിക്ക് അത് കൺട്രോൾ ചെയ്യുന്നത് വരെ അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് ഒരു അൺകൺട്രോളബിൾ ആയിട്ടാണ് ഈ തോട്ട്സ് നമ്മളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും നമ്മളിൽ അത് നിലനിൽക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ എന്താണ് ഒരു എപ്പിഡമിക് എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ അത് നമ്മളിൽ തന്നെ, നമ്മളെ തോട്ട്സിലൂടെ നമുക്ക് തന്നെ നമ്മൾ ഇങ്ങനെ പകർന്ന് 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 കൊടുത്തോണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ജീവിതത്തെ നശിപ്പിക്കാൻ പാകത്തിലുള്ള, അതായത് നമ്മുടെ ജീവിതത്തിന്റെ പ്രോഗ്രസിനെ തടയാൻ പാകത്തിലുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്ന ചിന്ത. ഒന്നുമില്ല, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. നിങ്ങളൊരു പുതിയ ഡ്രസ്സ് ഇടാണ്. അപ്പൊ ആ ഡ്രസ്സിന് എന്തെങ്കിലും ഇപ്പം, ഫോർ എക്സാമ്പിൾ ചിലർക്ക് കളറായിരിക്കും പ്രശ്നം, ചിലർക്ക് ചില ഫിറ്റിംഗ് ആയിരിക്കും പ്രശ്നം, അല്ലെങ്കിൽ ഒരു പുതിയ മോഡൽ, പുതിയ ടൈപ്പ്, പുതിയൊരു സ്റ്റൈലുള്ള ഒരു ഡ്രസ്സാണ് ഇടുന്നത്, ഫസ്റ്റ് ടൈം ആണ് ഇടുന്നതെങ്കിൽ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും, അല്ലെ? ഇത് ഫസ്റ്റ് ടൈം ആണല്ലോ ഇടുന്നത്, അപ്പം ആൾക്കാരെ എന്തെങ്കിലും പറയോ, കമന്റ് അടിക്കോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇനിയിപ്പോ കളർ, ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട കണ്ണ് കുത്തുന്ന കളറാണ് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു കളറാണ് എടുത്തത്. ഓക്കെ, അതില് നമുക്ക് ഇഷ്ടമാണ്, കാരണം നമുക്ക് ധരിക്കണം. പക്ഷെ എന്ത് ചെയ്യാണ്, മറ്റുള്ളവരൊന്നും പറയാനും പാടില്ല. അപ്പൊ നമ്മളെ ഉള്ളിൽ ഒരു എന്തോ ഒരു ഇതുണ്ട്, പറയോ പറയോ, മറ്റുള്ളവർ കളിയാക്കോ, ഇതിട്ട് ചെന്നാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ള തോട്ട് നമ്മളെ മനസ്സിൽ എങ്ങനെ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ നമ്മുടെ മനസ്സിലെ ചിന്തകളെ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളിപ്പോ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഫോണിലൊക്കെ ചില സൈറ്റ്സ് ഒക്കെ തുറന്നാല് നമുക്ക് എന്താണോ നമ്മൾ സെർച്ച് ബട്ടണിൽ കൊടുത്തത് അത് കിട്ടാതെ അതിങ്ങനെ ലോഡിംഗ് ആന്ന് പറഞ്ഞ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അതൊരിക്കലും കിട്ടില്ല, അല്ലെ? നമ്മൾ സെർച്ച് ചെയ്ത സാധനം ഒരിക്കലും കിട്ടില്ല. നമുക്ക് എന്നിട്ട് അതിന് ചിലപ്പോൾ ലെഫ്റ്റ് അടിക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. അപ്പം ഇതുപോലെയാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനത്തെ ചിന്തകൾ കയറിക്കൊണ്ടില്ല. ഇതിന് നമുക്കൊരു സൊല്യൂഷൻ ആൻസറോ കിട്ടില്ല. ഇപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, ഇയാൾ എന്നെ കളിയാക്കുമോ അല്ലെങ്കിൽ ഈ ഡ്രസ്സിനെ കുറിച്ച് ഇയാൾ എന്തോ മോശം പറയുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഉത്തരം നമുക്ക് കിട്ടണ്ടേ? ആരാ ഉത്തരം വന്ന് തരിക? നമ്മൾ ആരൊക്കെയോ കുറിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നു. ആ ആൾക്കാരൊക്കെ വന്നിട്ട് ഞാൻ നിന്നെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല കേട്ടോ, ഇത് നല്ല ഡ്രസ്സാണ് കേട്ടോ, അല്ലെ ഇത് അടിപൊളിയാണ്, അല്ല അങ്ങനെയുള്ള ഉത്തരങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിൽ വന്ന് തരുമൊന്നുമില്ല. അപ്പം ഇതിനുള്ള ഉത്തരം കണ്ടുപിടിക്കേണ്ട ബാധ്യത, റെസ്പോൺസിബിലിറ്റി, കടമ നമുക്ക് തന്നെയാണ്. കാരണം നമ്മളാണ് ചോദ്യങ്ങൾ ഇട്ടത്, അല്ലെ? ആ ചോദ്യം ആക്ച്വലി നമ്മളോട് തന്നെയുള്ള ചോദ്യം, അത് മറ്റുള്ളവരോടുള്ള ചോദ്യമല്ല. മറ്റുള്ളവരോടുള്ള ചോദ്യമാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അതിന് ഉത്തരം കിട്ടിയത്. പക്ഷെ ഇത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാണ്. ആൾക്കാരെന്തോ പറയോ, ആരോടാ ചോദിക്കുന്നത്? നമ്മൾ നമ്മളോട് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ അതിനുള്ള ഉത്തരം ആരാ കൊടുക്കേണ്ടത്? നമ്മൾ തന്നെയല്ലേ? അപ്പം ഈ ഇതിനുള്ള ഉത്തരം കിട്ടാത്തോടത്തോളം കാലം വാട്ട് ഹാപ്പൻസ് ഇൻ അസ് ഇസ് ദാറ്റ് നമ്മൾ കൂടുതൽ കൂടുതൽ ഇൻസെക്യൂരിറ്റി വരും നമ്മുടെ ഉള്ളില്. ഒരു ഇൻസെക്യൂർ തോട്ടാവും. നമുക്ക് കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റൂല. നമുക്ക് എന്താ പറയാ, നമ്മുടെ സെൽഫ് എസ്റ്റീം കുറയും. കാരണം നമ്മുടെ ചിന്തകൾ നമ്മുടെ പോരായ്മകളെ കുറിച്ച് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് മറ്റുള്ളവർ കുറ്റം പറയുമോ, അതിന് കുറവുകൾ കണ്ടെത്തുമോ, എന്നെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള
ചിന്തകൾ മാത്രമാണ് നമ്മുടെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരം ചിന്തകൾ ബാധിച്ച ഒരാൾക്ക്, ഒരു രോഗിക്ക് എന്താ സംഭവിക്കുക വെച്ചാല് അവരുടെ 50 to 60% ഓഫ് തിങ്കിങ്ങും ഇതിനെ കുറിച്ചിട്ട് തന്നെ ആയിരിക്കും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഒരു മേജർ പോർഷൻ ഓഫ് തോട്ട്സ് എങ്ങോട്ടാണ് പോകുന്നത്? അൺപ്രൊഡക്റ്റീവ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മളുടേതായിട്ട് ഒരു രീതിയിൽ നമുക്കിവിടെ അടയാളപ്പെടുത്താനുണ്ട്. എന്നാൽ ഇതിലേക്കൊന്നും ശ്രദ്ധ തിരിക്കാതെ വാട്ട് വി ഡു ഇസ് ദാറ്റ് നമ്മളെ തോട്ട്സിന്റെ ഒരു 50 above% നമ്മൾ ഈ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഉപകാരവും ഇല്ലാത്ത ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമ്മളും അൺപ്രൊഡക്റ്റീവ് ആയിട്ട് നമ്മളെ കൊണ്ട് ആർക്കും ഒരു ഉപകാരം ഇല്ലാത്ത ഒരു അവസ്ഥയിലാക്കും. നമ്മളെ കൊണ്ട് ഒരു ഉപകാരമില്ലെങ്കിൽ then why we are in this earth, അല്ലെ? നമ്മള് മനുഷ്യന്മാരൊക്കെ ഭൂമിയിലേക്ക് വരുന്നത് എന്തിനാ? പരസ്പരം സെർവ് ചെയ്യാനാണ്, അല്ലെ? ഏതൊരു ഉദ്യോഗം എടുത്തു നോക്കിയാലും അത് ഒരു സെർവിങ് ആണ്. അപ്പം ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് ടു സെർവ് ദ ഹ്യൂമാനിറ്റി ആണ്. അപ്പം അത് ത്രൂ നമ്മൾ ഏത് പ്രൊഫഷൻ ആണോ അല്ലെങ്കിൽ ഏത് കാര്യമാണോ ചെയ്യുന്നത് അതിലൊക്കെ ഈ ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഏൽപ്പിച്ച ആ ദൗത്യത്തിൽ നിന്ന് നമ്മൾ പിന്മാറപ്പെടുകയാണ് അല്ലെ ചെയ്യുന്നത്. നമ്മളെന്താണോ ഏൽപ്പിച്ചത് ആ ഏൽപ്പിച്ച കാര്യം ചെയ്യാതെ നമ്മൾ ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമ്മളെ കൊണ്ട് ഒരു ഉപകാരമില്ലാത്ത ഒരു വസ്തുവായിട്ട് മാറുകയാണ്. അപ്പൊ ഉപകാരമില്ലാത്ത വസ്തുവായിട്ട് മാറുമ്പോൾ പിന്നെ എന്ത് പ്രയോജനമാണ് നമ്മളെ കൊണ്ട്? നമുക്കും ഒരു പ്രയോജനമല്ല, മറ്റുള്ളവർക്കും ഒരു പ്രയോജനമല്ല. അപ്പം ഇതൊക്കെ വരാന് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ പ്രത്യേകിച്ചും സ്ത്രീകളോടൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ട്, നീ ഒരു പെണ്ണാണ്, നീ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ, അല്ലെങ്കിൽ നീ ചീത്തയാവരുത് കേട്ടോ എന്ന് ഒരു കമാൻഡ് ഇട്ട് തന്നാല് പിന്നെ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ ശരിയായ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ കൂടി നമ്മളെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഞാന് ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്തെങ്കിലും പറയോ, മറ്റുള്ളവർ എന്നെ കൊണ്ട് ചീത്ത വിചാരിക്കുമോ, ഞാൻ ചെയ്യുന്നത് ശരി തന്നെയല്ലേ, ആഹ് ഞാൻ ഈ ചെയ്യുന്നത് മൂലം അവരെന്നെ ജഡ്ജ് ചെയ്യുമോ, ഇങ്ങനെയുള്ള തോട്ട്സുകൾ ഇവരുടെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ആക്ച്വലി ഇത് അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ്. ഇതിനെ കൊണ്ട് അവർക്കും പ്രയോജനമില്ല, സമൂഹത്തിനും പ്രയോജനമില്ല. അപ്പൊ നമ്മുടെ ഇത്തരം ചിന്തകൾ നമ്മളെങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നമ്മളെ കുട്ടിക്കാലത്തേക്ക് പോയി നോക്കാം. കുട്ടിക്കാലത്ത് പോയാൽ എന്താ സംഭവിക്കുക? അപ്പൊ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? നമുക്ക് പലതും ആവാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. അപ്പൊ ക്ലാസിക് എക്സാമ്പിൾ ആണ് എന്ത്? നമ്മള് നല്ല ഒരു നമ്മളെ ക്ലാസ്സിൽ ഏതെങ്കിലും നന്നായിട്ട് സംസാരിക്കുന്ന ഒരാള് ക്ലാസ്സിൽ വന്നിട്ട് എന്തെങ്കിലും പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അവിടെ പോയി സ്റ്റേജ് മേലെ കയറിയിട്ട് ഒരു വെൽക്കം സ്പീച്ചോ ഒരു വോട്ട് ഓഫ് താങ്ക്സോ അതല്ലെങ്കിൽ ഒരു പാട്ട് പാടാനൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്കും അവിടെ പോയിട്ട് അത് ചെയ്യാൻ ഒരു വല്ലാത്തൊരു പൂതിയായിരിക്കും അല്ലെ? പക്ഷെ ഈ പൂതി ഉണ്ടായിട്ട് കാര്യമുണ്ടോ? നമുക്ക് എന്താണ്, നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ബട്ട് അങ്ങോട്ടേക്ക് ചെല്ലാനോ അത് പ്രസന്റ് ചെയ്യാനോ അവതരിപ്പിക്കാനോ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ ചിന്തയിൽ എന്താണ് വരുന്നത്? ആ ഞാൻ അത്ര വലിയ പാട്ടുകാരിയൊന്നും അല്ലല്ലേ, ഞാൻ അത്ര നന്നായിട്ട് സംസാരിക്കൊന്നുമില്ല, പക്ഷെ ഞാൻ ഈ സംസാരിക്കുന്ന ഇടയിൽ എന്തെങ്കിലും തെറ്റിപ്പോയാലോ, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് നന്നായിട്ടില്ലെങ്കിലോ, അങ്ങനെയുള്ള ചിന്തകൾ നമ്മളെങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം ആക്ച്വലി നമുക്ക് ചെയ്യാൻ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ആ ആഗ്രഹത്തിൽ നിന്ന് നമ്മളെങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ നമ്മളെങ്ങനെ ലിമിറ്റ് ചെയ്യുമ്പോൾ ആ ഇന്റേണൽ ബ്ലോക്സ് മൂലം, ഇന്റേണൽ ലിമിറ്റേഷൻ മൂലം നമ്മൾ നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ വളരാനാണ് ലിമിറ്റ് ചെയ്യുന്നത്, ഇൻഹിബിറ്റ് ചെയ്യുന്നത്. നമ്മളെ പ്രോഗ്രസിനെയാണ് നമ്മൾ തടയുന്നത്. നമ്മളൊരു കാര്യം നമുക്കൊരു കാര്യത്തിൽ ഒരു മേഖലയിൽ ഇറങ്ങി തിരിക്കണമെന്നുണ്ടെങ്കിൽ, അവിടെ നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. നമ്മൾ അതിലേക്ക് ഇറങ്ങി അത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ സ്റ്റാർട്ട് ചെയ്യാൻ പോലുമുള്ള, അതൊന്നും ചെയ്തു നോക്കാൻ കൂടിയുള്ള കോൺഫിഡൻസ് നമുക്കില്ലെങ്കിൽ പിന്നെ നമുക്ക് അതിൽ എങ്ങനെ പുരോഗതി കൈവരിക്കാൻ പറ്റും? എന്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്? ഈ വക ചിന്തകൾ കൊണ്ടാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംസാരം ഉണ്ടല്ലോ, ആദ്യം നമ്മൾ അതിനെ സൈലന്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. അത് സൈലന്റ് ആയി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം.
അപ്പൊ ഇതിനെങ്ങനെ ശ്രമിക്കണം എന്ന് ചോദിച്ചാൽ, എങ്ങനെ നമ്മളെ ചിന്തകളെ നമുക്ക് തടഞ്ഞു നിർത്താം, അല്ലെങ്കിൽ എങ്ങനെ ഇത്തരം ചിന്തകളെ നമുക്ക് ഒഴിവാക്കാം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആദ്യം തന്നെ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നത് നിർത്താം. നിങ്ങൾ തന്നെ ആലോചിക്കരുത്, നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാറില്ലേ? അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ചോ, അവരുടെ സംസാര ശൈലിയെ കുറിച്ചോ, അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ മറ്റുള്ളവരെ പലപ്പോഴായിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യാറുണ്ട്. അത്തരം ജഡ്ജ്മെന്റുകളെ നമ്മൾ ഒഴിവാക്കുക. മറ്റുള്ളവരെ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അതായത് അവരെ നോക്കിയിട്ട് അവരുടെ പോരായ്മകൾ കണ്ടെത്തി അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുന്നത് നമ്മൾ നിർത്തുക എന്നുള്ളത്. നമ്മൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരാളെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചോ നമ്മൾ ഈ ഒരു രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുക അത് ആക്ച്വലി നിങ്ങളുടെ പോരായ്മയാണ്. അത് നിങ്ങളെ ഉള്ളിൽ എന്തോ ഒരു കാര്യം സപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ റിജക്ഷൻ ഏറ്റ് കിടക്കുന്നത് കൊണ്ടോ ആണ്. അത് അതിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന ചിന്തകളാണ് ഇത്. അത് ആക്ച്വലി നിങ്ങളുടെ ഷാഡോ സെൽഫിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പം ഈ ചിന്തകൾ നിങ്ങളിൽ വരുന്നത് ആക്ച്വലി നിങ്ങളിലുള്ള എന്തോ ഒരു കുറവാണ് അത് കാണിക്കുന്നത്. അത് മറ്റുള്ളവരുടെ കുറവല്ല. നിങ്ങൾ നിങ്ങളെ കുറിച്ച് എവിടെയോ എന്തൊക്കെയോ കുറവുകൾ ചിന്തിക്കുന്നത് കൊണ്ട്, പോരായ്മകൾ ചിന്തിക്കുന്നത് കൊണ്ട് നിങ്ങൾ അത് മറ്റുള്ളവരിൽ കാണുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന രീതി മാറ്റിയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ചിന്തിക്കുന്ന രീതിയും നിങ്ങൾ താനെ ഓട്ടോമാറ്റിക്കലി മാറും. അപ്പൊ മറ്റുള്ളവരെ ചിന്തിക്കുന്ന രീതി മാറ്റാൻ പോകുന്നതിന് പകരം നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നന്നാക്കും. അപ്പൊ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മൾ നമ്മളെ ലുക്സിനെ ഒന്ന് നോക്കാണ്. അപ്പം പലർക്കും എല്ലാവർക്കും കോൺഫിഡന്റ് ആണോ, ഞാൻ ഭയങ്കര സുന്ദരിയാണ്, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേഴ്സൺ എന്ന് നമുക്ക് കണ്ണാടിയിൽ നോക്കി പറയാൻ പറ്റുമോ? അത് പറയണമെങ്കിൽ ഏതൊരു കുറച്ചൊരു നമുക്ക് ഭയങ്കര കുറച്ചല്ല, നല്ല രീതിയിലുള്ള ആത്മവിശ്വാസം വേണം നമുക്ക്. നമ്മളെ സെൽഫ് എസ്റ്റീം, സെൽഫ് ഇമേജ് എല്ലാം വേണം, അല്ലെ? അപ്പൊ ചിലർക്ക് ചിലപ്പം എന്താണ് കുരുക്കൾ ഉണ്ടാവും. ഈ കുരു വന്നാൽ തന്നെ അവരെന്താണ് ആ കുരുവിലേക്കാണ്. എന്റെ ഈ കുരു വന്നത് കൊണ്ട്, എന്റെ സൗന്ദര്യത്തിന് മങ്ങലേൽക്കുന്നത് കൊണ്ട് ആൾക്കാർ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമോ? എന്ത് കോലാടോ, നിന്റെ മുഖം ഫുള്ള് കുരു ആണല്ലോ എന്ന് പറഞ്ഞ് എന്നെ ഇതാക്കുമോ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ നിങ്ങളെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഹൗ ഡു യു ഫീൽ അബൌട്ട് യുവർ സെൽഫ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തിലേക്കാണ് നിങ്ങളെ തോന്നുന്നത്? നിങ്ങളെ മൂക്കിലേക്ക് നോക്കിയിട്ട് ഇതിന് ചെറിയ വളവുണ്ട്, ഇത് പരന്നിട്ടാണല്ലോ, ഇത് ചപ്പിയാണല്ലോ കിടക്കുന്നത്, എന്റെ പല്ലൊന്ന് നോക്കട്ടെ, ഇതിന് കുറച്ച് വിടവുണ്ടല്ലോ, ഇത് കുറച്ച് പൊന്തി ഉണ്ടല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കാണോ നിങ്ങളുടെ ഫോക്കസ് പോകുന്നത്? ഇങ്ങനെയാണോ നിങ്ങൾ നിങ്ങളെ നോക്കി പോകുന്നത്? നിങ്ങൾ നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സംശയവും ഇല്ല, നിങ്ങൾ പുറത്തുള്ള ആൾക്കാരെ ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും അനലൈസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളെ എങ്ങനെയാണോ പൊസിഷൻ ചെയ്ത് വെക്കുന്നത്, നിങ്ങൾ നിങ്ങളെ എങ്ങനെയാണോ അനലൈസ് ചെയ്ത് വെക്കുന്നത്, അതുപോലെയാണ് അതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ പ്രസന്റ് ചെയ്യാൻ പറ്റുക. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ പൊസിഷൻ ചെയ്യുക എന്നുള്ളതാണ്, നിങ്ങളെ നന്നാക്കുക. നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ട് യെസ് ഞാൻ സുന്ദരിയാണ് അല്ലെങ്കിൽ ഞാൻ സുന്ദരനാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഷോസ് ദാറ്റ് യു ഹൗ കോൺഫിഡന്റ് യു ആർ എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ധൈര്യത്തിനെയാണ് കാണിക്കുന്നത്, നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിനെയാണ് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും മറ്റുള്ളവരുടെ ഭംഗിയെ, സൗന്ദര്യത്തെ കുറ്റം പറയുന്നതായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. ബിക്കോസ് ദേ നോ ദാറ്റ്. അവരെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അവർക്ക് എല്ലാവരും ഇപ്പൊ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും ആയിരിക്കില്ല. ചിലർക്ക് ചിലരുടേതായ മാറ്റങ്ങൾ ഉണ്ടാവും, അല്ലെ? ചിലരുടെ കണ്ണുകൾ ചെറുതായിരിക്കാം, ചിലത് നല്ല വിടർന്നിട്ട് ഉണ്ടക്കണ്ണായിരിക്കാം. എല്ലാവർക്കും എല്ലാവരുടെ ഫീച്ചേഴ്സും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. ബട്ട് എന്റേത് എന്താണോ, എന്റെ ഫീച്ചേഴ്സ് എന്താണോ, എങ്ങനെയാണോ എന്നെ ദൈവം സൃഷ്ടിച്ചത്, ആ സൃഷ്ടിപ്പിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ നമ്മളെ കൂടി സ്നേഹിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, വി ഡോണ്ട് ഗോ ഫോർ ജഡ്ജിങ് അവർ സെൽഫ്. നമ്മൾ നമ്മളെ വല്ലാതെ ജഡ്ജ് ചെയ്യില്ല. കാരണം എങ്ങനെയാണോ നമ്മളുള്ളത് അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അതിൽ നമ്മൾ കണ്ടന്റ് ആയിരിക്കും, അതിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടാവും. ബിക്കോസ് വി ആക്സെപ്റ്റ് അവർ സെൽഫ്. ഓക്കെ, ഇങ്ങനെയല്ല നമ്മുടെ അവസ്ഥ. അല്ലെങ്കിൽ നമ്മൾ നമ്മളെ പറ്റി ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ കുറവുകളിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വി വിൽ ലുക്ക് ടു അതേഴ്സ് ഓൾസോ ഇൻ ദ സെയിം മാനർ. നമ്മൾ മറ്റുള്ളവരെയും ഇതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ നോക്കി കാണുന്നത്, അവിടെ ഒരു സംശയമില്ല. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, മറ്റുള്ളവർ നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ
നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങളുടെ കുഴപ്പമല്ല, ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദെയർ പ്രോബ്ലം. അത് അവരുടെ പ്രശ്നമാണ്. അവരുടെ ഉള്ളിൽ എന്തോ ഒരു കാര്യം സപ്രസ്ഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ടോ റിജക്റ്റഡ് ആയിട്ട് കിടക്കുന്നത് കൊണ്ടോ ആ ഒരു അത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും ആ ഒരു റിജക്ഷനിൽ നിന്നും വരുന്ന തോട്ട്സ് ആണ് അവരിലൂടെ ജഡ്ജ്മെന്റ് ആയിട്ടും വാട്ട് അതേഴ്സ് തിങ്ക് ആയിട്ട് നമ്മളെ മുന്നിലേക്ക് വരുന്നത്. അതിന് കാരണക്കാരൻ നമ്മളേ അല്ല, നമ്മൾ അതിനൊരു കാരണക്കാരേ അല്ല. ബട്ട് അതേപോലെ തന്നെ തിരിച്ചും നമ്മളിലാണ് അതേ തോട്ട്സ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് നമ്മളുടെ പ്രശ്നമാണ്. അത് നമുക്ക് ബാധിച്ച ഒരു അസുഖമാണ്, അത് മറ്റുള്ളവർ കൊണ്ടുണ്ടായതല്ല. അപ്പൊ നമ്മൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ആക്ച്വലി നമ്മൾ മറ്റുള്ളവരെ എവിടെയോ നമ്മൾ അറിയാതെ പ്രതിക്കൂട്ടിലേക്കാക്കാണ്. നമ്മളെ ഒപ്പോസിഷൻ ആണ്, നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മളെ ശത്രുക്കളാണ് ബാക്കി എല്ലാവരും. എന്റെ വളർച്ചയെ മുരടിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്നെ തളർത്തുന്ന, എന്നെ പരാജയപ്പെടുത്തുന്ന ആൾക്കാരാണ് എന്റെ ചുറ്റിലും ഉള്ളത് എന്ന് നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുകയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അത് നിങ്ങളെ ഉള്ളിലാണ് ഉള്ളത്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ചിന്തയിലൂടെയാണ് അത് നിങ്ങളിൽ പ്രതിഫലിപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ നേർക്ക് തിരിയുന്നത് പകരം, അവരുടെ മേലേക്ക് പോകുന്നതിന് പകരം നിങ്ങൾ നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ സെൽഫിനെ നിങ്ങൾ കറക്റ്റ് പൊസിഷനിൽ വെക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈസിയർ ആയിരിക്കും. ഇപ്പൊ പലർക്കും, ഇപ്പൊ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഇപ്പം പുതിയൊരു വീട്ടിലേക്ക് വന്നു ചേരുമ്പോൾ പിന്നെ അവർക്ക് ഇത്തരം തോട്ട്സുകൾ കൂടാൻ വളരെ സാധ്യത ഏറെയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് ചെയ്യാൻ പറ്റുമോ, ഇനിയിപ്പോ ഇത് ചെയ്താൽ എന്തോ പറയോ, ഇനി അവരെങ്ങനെയാണ് ഇത് നോക്കിക്കാണുക, ഇനി എന്തെങ്കിലും പറയോ എന്നൊക്കെ നമ്മളൊരു സ്കാനറിന്റെ ഉള്ളിൽ അല്ലെ, നമ്മളൊരു CCTVന്റെ മുന്നിൽ അകപ്പെട്ട പോലെ ഒരു ഫീലിംഗ് ആയിരിക്കും. അപ്പൊ നമ്മളെ വല്ലാതെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഇവിടൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആക്ച്വലി നിങ്ങളിൽ എവിടെ എന്തോന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ചിലപ്പോൾ അവർക്ക് ഇതൊരു വിഷയേ ഉണ്ടാവില്ല, മറ്റുള്ളവർക്ക് വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ഇതൊരു വിഷയേ ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവരുടെ സ്വന്തം മകളായിട്ടായിരിക്കും അവർ നിങ്ങളെ കാണുന്നുണ്ടാവുക. പക്ഷേ പക്ഷെ നിങ്ങൾ എങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, അവരെങ്ങനെയാണ് എന്നെ കാണുന്നത്, ഞാൻ ചിരിക്കുന്നത് കൂടി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ എന്റെ സംസാരം കൂടി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ എന്റെ സംസാരത്തിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും അല്ലെ. അതായത് വി ആർ ബിക്കമിങ് വെരി 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 മച്ച് കോൺഷ്യസ് ഓഫ് അവർ ആക്ഷൻസ് അല്ലെ. നമ്മുടെ ചെയ്തിനെ കുറിച്ചും നമ്മുടെ ചെയ്തികളെ കുറിച്ചും നമ്മൾ വല്ലാതെ ഇങ്ങനെ കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കോൺഷ്യസ് ആകുമ്പോൾ ആക്ച്വലി നമ്മൾ നമ്മളെ തന്നെ ബാക്കിയുള്ളവരിൽ നിന്നും ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മള് അറിയാതെ മറ്റുള്ളവരിൽ നിന്നും അകന്നു പോകാനുള്ള ചാൻസസ് ആണ് അല്ലെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളെ തോട്ട്സിനെ കുറിച്ച് നമ്മൾ അവെയർ ആവുക. എവിടെ നിന്നാണ് ഇത്തരം ചിന്തകൾ വരുന്നത്, എപ്പോഴൊക്കെയാണ് ഈ ചിന്തകളൊക്കെ എന്റെ മനസ്സിലേക്ക് വരുന്നത് എന്ന് നിങ്ങൾ കൂടുതൽ ആലോചിക്കും. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഇത്തരം ചിന്തകൾ എന്നെ കടന്നാക്രമിക്കുന്നത്, എന്നെ കടന്നു പിടിക്കുന്നത്, എപ്പോഴൊക്കെയാണ് ഇത് കൂടി വരുന്നത്, ഇന്റൻസിറ്റി കൂടി വരുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഇങ്ങനെ അവെയർ ആയിക്കൊണ്ടിരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇത് അവെയർ ആക്കി കഴിഞ്ഞാല് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അതിനെ ഡീൽ ചെയ്യാൻ പറ്റും. എവിടെയാണ് പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഞാനിങ്ങനെ ഇത് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഒന്നുമല്ലാതായി പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾ കുട്ടികളോട് പറയുന്ന കാര്യമാണല്ലേ, കുട്ടികൾ ചിലപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിലേക്ക് കളിക്കാൻ വിടുമ്പോൾ നമ്മൾ പറയും, നീ അവിടെ പോയിട്ട് കച്ചറ ഒന്നും ഉണ്ടാക്കരുത് കേട്ടോ, അവിടെ പോയിട്ട് നല്ല കുട്ടിയായിട്ട് നിൽക്കണേ, അവരെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, അവരുടെ വീട് വൃത്തികേടാക്കരുത്. ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളായിരിക്കും നമ്മൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം ഈ കേൾക്കുന്ന കുട്ടിക്ക് എന്താണ്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ആക്കരുത്, ഇങ്ങനെ ആക്കരുത്, ഇങ്ങനെയൊക്കെ ആക്കിയാൽ എന്താണ് സംഭവിക്കുക, ഇങ്ങനെയൊക്കെ ആക്കിയാൽ അവർക്ക് എന്നെ കുറിച്ചിട്ട് എന്താണ് ഒരു ബാഡ് ഇംപ്രഷൻ ആവുണ്ടാവുക, അവരെന്നെ ഇങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ അത് ചെയ്തിട്ടോ അത് ചെയ്തു, ഇങ്ങനെയുള്ള തോട്ട്സ് ആണ് ആ കുട്ടികളിൽ ഇംപ്രിന്റഡ് ആവുന്നത്. അപ്പം ഇങ്ങനെയുള്ള തോട്ട്സ് ആ കുട്ടികളിൽ ഇംപ്രിന്റഡ് ആകുമ്പോൾ നാച്ചുറലി അവർ വലുതാവുമ്പോൾ ഇത്തരം തോട്ട്സ് അവർ കൈകാര്യം ചെയ്യുന്ന പല മേഖലകളിലേക്കും അത് വ്യാപിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം വലുതായി കഴിഞ്ഞ് അവനൊരു വലിയ ബിസിനസ്മാൻ ആവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അവന് ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
അത് സ്റ്റാർട്ട് ചെയ്യുക എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം സ്റ്റാർട്ട് ചെയ്യാൻ എന്താണ്, അവന് കുറച്ചും കൂടി സോഷ്യൽ ആവേണ്ടി വരും, കുറച്ചും കൂടി ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും, പുതിയ കണക്ഷൻസ് ഉണ്ടാവേണ്ടി വരും. പക്ഷെ ഇതിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ അവൻ എന്താണ് വിചാരിക്കുന്നുണ്ടാവുക, ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ, ഇനിയിപ്പോ ഞാൻ ചെയ്ത് ഒരു ബിസിനസ് ചെയ്ത് പൊട്ടിപ്പോയാലോ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എന്റെ ബിസിനസ്സിനെ എനിക്ക് വളർത്താൻ പറ്റിയില്ലെങ്കിലോ, ആഹ് ഇവൻ ഇതെല്ലാം കൊണ്ടുപോയി നശിപ്പിച്ചു എന്ന് അവർ പറയോ, എന്നുള്ള ചിന്തകളൊക്കെ അവരിൽ വരികയാണെങ്കിൽ യു സി വാട്ട് ഹാപ്പൻസ്. അയാളെ ലൈഫിനല്ലേ അയാൾ തളർത്തുന്നത്, അയാളെ ലൈഫിലെ ഗ്രോത്തിനല്ലേ അയാൾ ഇല്ലാതാക്കുന്നത്. നമുക്കൊരു ഡയറക്ഷനിൽ വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ ഇത്തരം ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് വി ആർ ഇൻഹിബിറ്റിംഗ് അവർ ഗ്രോത്ത്. നമ്മളുടെ ഗ്രോത്തിനെ തന്നെ നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക, നമ്മുടെ ചെറുപ്പകാലത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതെല്ലാം ആ ആഗ്രഹങ്ങൾ നമുക്ക് നേടി കൊടുക്കുന്നതിന് പ്രയത്നിക്കുന്നതിന് പകരം നമ്മൾ എന്താണ് ചെയ്തത്, നമ്മൾ ചിലപ്പോൾ അതിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടാവില്ലേ. ഇതൊന്നും എന്നെ കൊണ്ട് ചെയ്താൽ പറ്റില്ല, എന്നെ കൊണ്ടാവില്ല, എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ എന്നെ കൊണ്ട് അത് അങ്ങോട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഒരു പക്ഷെ പിൻവാങ്ങിയിട്ടുണ്ടാവും. പല കലോത്സവങ്ങളിലും പല ആർട്സ് ഫെസ്റ്റുകളിൽ നിന്നും നമ്മൾ എന്താണ്, ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി നമ്മൾ അതിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെ പിന്മാറുമ്പോൾ എന്ത് ഗുണമാണ് നമുക്ക് കിട്ടുന്നത്? ഒരു 10 വർഷം കഴിഞ്ഞ് ഇങ്ങോട്ട് നമ്മൾ എത്തി ഇതിനെ ചിന്തിച്ചു നോക്കുമ്പോൾ എന്ത് ഗുണം ഉണ്ടായത്? എന്ത് ഗുണം ഉണ്ടായിട്ട് നിങ്ങളൊന്ന് ആലോചിക്കാം. നമുക്കൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്, എനിക്കത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആൾക്കാർ ഞാൻ തെറ്റിപ്പോയാൽ, സ്റ്റേജിൽ വന്ന് ഞാൻ എൻ്റെ ഒരു സ്റ്റെപ്പ് തെറ്റിപ്പോയാൽ ആൾക്കാർ അത് നോട്ട് ചെയ്യോ, അത് നോട്ട് ചെയ്തിട്ട് പിന്നെ അത് എടുത്തു പറയോ, അല്ലെങ്കിൽ ഞാൻ കളിച്ചില്ല എന്ന്, ഞാൻ നന്നായി കളിച്ചില്ല എന്ന് അവർ എന്നോട് പറയോ എന്നുള്ള പരാജയത്തിന്റെ ഭീതി മൂലമായിരിക്കും നമ്മൾ ഇതൊന്നും ചെയ്യാതിരുന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇപ്പൊ ആരെങ്കിലും അതൊക്കെ ഓർക്കുന്നുണ്ടോ? പണ്ട് നടന്ന സ്കൂളിൽ നടന്ന എന്തെങ്കിലും കാര്യം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ, പറയുന്നുണ്ടോ? നല്ല ഫൺ മൊമെന്റ്സും ഹാപ്പി മൊമെന്റ്സും പറയാന്നല്ലാതെ ഇത്തരം കാര്യങ്ങളൊക്കെ ആരെങ്കിലും പറഞ്ഞ് ഇപ്പോഴും ചിരിക്കുന്നുണ്ടോ? അങ്ങനെ ചിരിക്കുന്നുണ്ടെങ്കിൽ അത് വേറൊരു രീതി. അങ്ങനെ പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കാം, ഇതൊന്നും ആരും ഇപ്പൊ പറയുന്നോ, സംസാരിക്കുന്ന അല്ലെങ്കിൽ ചിരിക്കുന്നോ ഒന്നും ഉണ്ടാവണ്ടാവില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കാൻ, ഞാൻ അന്ന് എന്തിനെയാണോ ഭയപ്പെട്ടിരുന്നത് അത് ശരിക്കും ആക്ച്വലി ഒന്നും അല്ലായിരുന്നു. അന്ന് എനിക്ക് അതൊന്ന് ട്രൈ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ട്രൈ ചെയ്ത് ഇപ്പൊ ഞാൻ അതിലൊരു എക്സ്പേർട്ട് ആയി മാറിയേനെ. പക്ഷെ അന്ന് ഞാൻ അത് തുടങ്ങി വെക്കാത്തത് മൂലം ഇപ്പോഴും ഞാൻ അത് സീറോയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ അവസ്ഥ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളാണ് നമ്മുടെ ലൈഫിലെ സ്റ്റേജിലെ പ്രോഗ്രസ് തീരുമാനിക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എക്സ്പെർട്ടൈസ് വേണമെങ്കിൽ, ഒരു കാര്യത്തിൽ ടാലന്റഡ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ സ്കില്ല് നമുക്ക് വർദ്ധിപ്പിക്കണമെങ്കിൽ അതിനെ നമ്മൾ ട്രൈ ചെയ്ത് മുന്നേറുക തന്നെ വേണം. അതിന് പകരം എന്താണ്, ട്രൈ ചെയ്ത് ഫെയിൽ ആവുമോ, ഞാൻ പൊട്ടിപ്പോയാൽ എന്താവും എന്ന് വിചാരിച്ച് പിന്മാറുകയാണെങ്കിൽ വി വിൽ ബി നോ വെയർ ഇൻ ദിസ് ഹിയർ. ഒന്ന് ട്രൈ ചെയ്ത് പരാജയപ്പെടുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നവുമില്ല. കാരണം അത് നമുക്ക് പാഠങ്ങൾ തരും. നമുക്ക് എവിടെയാണോ ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റ് ഐഡിയ നമുക്ക് കിട്ടും. അപ്പൊ അതിനൊരു പാഠമാക്കി ഉൾക്കൊണ്ട്, അതിനൊരു പ്രചോദനമാക്കി ഉൾക്കൊണ്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പിന്നീട് ഒന്നുകൂടെ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്ത് വിജയിച്ചവരാണ് ഈ ലോകത്തുള്ള എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ. അപ്പം നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ മറ്റുള്ളവരുടെ ചിന്തകളിൽ കുടുങ്ങി പോകുന്നതിന് പകരം നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കുക. അപ്പൊ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ ഇതുപോലെ പേടിച്ച്, നമുക്ക് എന്താണ് ചെയ്യാൻ പേടിയുള്ള കാര്യം നമ്മൾ ആദ്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലേ, ഒരു ഹാപ്പി മൊമെന്റ് ഉണ്ടല്ലേ, അതിനെ കുറിച്ച് ആലോചിച്ച് നമുക്ക് എന്താണ്, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. ആ ഒരു മൊമെന്റിനെ നമ്മൾ വല്ലാതെ അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യും. കാരണം നമുക്ക് നമ്മളൊരു കോൺഫിഡൻസ് കൂടിയ പോലെ ഉള്ളതാണ്. അപ്പം ആ ഒരു കോൺഫിഡൻസിൽ നിന്നും നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുക്കും, പിന്നെ അതിന്റെ അടുത്ത സ്റ്റെപ്പ് എടുക്കും. ഇങ്ങനെ സ്റ്റെപ്പുകൾ എടുത്ത് നമ്മൾ വലിയ ആ ഒരു സ്റ്റെയർ കേസിന്റെ ഏറ്റവും മുകളിലേക്ക് എത്തും. അല്ലെ? ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മൾ നമ്മളോട് നീതി പുലർത്തുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർ എന്ത് നമ്മളെ കുറിച്ച് ചിന്തിക്കും എന്ന് ചിന്തിക്കുന്നതിന് പകരമായി ഇത് ചെയ്യുമ്പോൾ ഞാൻ എന്താണ് എന്നെ കുറിച്ച് ചിന്തിക്കുക. ഇഫ് യു ഫീൽ പ്രൗഡ്, ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ കൂടി ഞാൻ അത് ചെയ്ത് തീർത്തപ്പോൾ എനിക്ക് ഹാപ്പിയായി, ഞാൻ പ്രൗഡായി, ഞാൻ ഇത് ചെയ്തല്ലോ എന്നുള്ള ആ ഒരു എനിക്ക് എന്നോട് തന്നുള്ള ഒരു അപ്രിഷിയേഷൻ എനിക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഗിവ് ടു യുവർ സെൽഫ്.
ഓക്കെ. അപ്പം ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ഫീൽ ചെയ്യുന്നു, ഞാൻ എന്താണ് എന്നെ കുറിച്ച് വിചാരിക്കുന്നത് എന്നാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഇതേപോലെ തന്നെ നമ്മൾ എല്ലാവരും ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു പേർപ്പസിനാണ്. അപ്പം നമുക്ക് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരുമ്പോൾ അത് ചെയ്യാതെ നമ്മൾ മാറി നിൽക്കുമ്പോൾ ആക്ച്വലി മാറി നിൽക്കാനുള്ള കാരണം മറ്റുള്ളവരായിരിക്കും. മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അത് മാറി നിൽക്കുന്നതെങ്കിൽ മറ്റുള്ളവരല്ല കുറ്റക്കാർ, നമ്മൾ തന്നെയാണ് കുറ്റക്കാർ. ഓക്കെ. നമ്മൾ തന്നെയാണ് ആ കുറ്റം ഏറ്റെടുക്കുക. വി ഹാവ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ നമ്മൾ നമ്മളെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് ഞാൻ എന്തിനിത് ചെയ്യണം എന്ന് ചിന്തിക്കും. ഞാൻ ചെയ്യുന്നത് എന്റെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, എന്റെ ദൈവം എന്നിൽ ഏൽപ്പിച്ച കാര്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ എന്റെ ദൈവം ഇതിൽ എന്ത് ചിന്തിക്കുന്നു, വിൽ ഹി ബി ഹാപ്പി അബൌട്ട് മീ, അവൻ എന്നെ കുറിച്ച് ആലോചിച്ചിട്ട് പ്രൗഡ് ആയിരിക്കുമോ എന്ന് ചിന്തിക്കുമ്പോൾ വാട്ട് വി ഫീൽ അബൌട്ട് അവർ സെൽഫ്, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, അവരെല്ലാരെയും തൃപ്തിപ്പെടുത്തി അവരുടെ എല്ലാവരുടെയും അറ്റൻഷൻ അപ്രിഷിയേഷൻ വാങ്ങിയിട്ട് വേണം എനിക്ക് ഓരോ കാര്യങ്ങളും മുന്നോട്ടേക്ക് പോകാൻ. അവരത് ചെയ്തു തന്നിട്ടില്ലെങ്കിൽ, അവരുടെ വാലിഡേഷൻ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മളെ ലൈഫ് ഗെറ്റ്സ് നോ വേ. നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ നമ്മൾ മുരടിച്ചു പോകും. അപ്പൊ നിങ്ങളൊന്ന് ബാക്കോട്ടേക്ക് ചിന്തിച്ചു നോക്കുക, എന്ത് സംഭവിച്ചു എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ റിഗ്രറ്റ് ഉണ്ടാവും അല്ലെ, അന്നൊക്കെ കുറച്ച് അതൊക്കെ ചെയ്യാനും ഇപ്പൊ നമ്മൾ വെറുതെ അന്ന് കുറെ ചിന്തിച്ചു കൂട്ടിയാണ്, അന്ന് അത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ചിലപ്പോ എന്റെ ലൈഫ് വേറെ ആയിരുന്നേനെ എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ടാവും. അതായത് നിരാശകൾ ഒരുപാട് വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇനിയെങ്കിലും എന്താണ്, ഇനി മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് അതേപോലെ എന്തെങ്കിലും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുണ്ടെങ്കിൽ, ആഗ്രഹങ്ങൾ ആ നിറവേറ്റാനോ ഉണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും അതെന്ത് ചെയ്യരുത്, ഒഴിവാക്കരുത്, പാതി വഴിക്ക് ഉപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാല്, കാരണം പിന്നീട് ഒരു 10 വർഷം കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ഞാൻ അത് ചെയ്തില്ലല്ലോ എന്ന ഖേദം നിങ്ങൾക്ക് വരികയാണെങ്കിൽ, ആ ഒരു നിരാശ നിങ്ങൾക്ക് വരികയാണെങ്കിൽ, ദെൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒന്നുമല്ലാതായി എന്ന ഒരു തോന്നൽ വരുമ്പോ അതിനാർക്കും വന്ന് പരിഹരിച്ചു തരാൻ പറ്റില്ല, ആശ്വസിപ്പിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ്. ഓക്കെ. ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ ആക്ച്വലി വി ആർ ഹെൽപ്പിംഗ് അവർ സെൽഫ്. നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മളാണ് എന്താണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. മറ്റുള്ളവർ വന്നിട്ട് എന്നെ രക്ഷിക്കും എന്ന് വിചാരിക്കുന്നതിന് പകരം നമ്മളാണ് നമ്മളെ രക്ഷിച്ച് എടുക്കേണ്ടത്. സോ ഈ കാര്യത്തിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ അവെയർ ആയിരിക്കണം. എന്തൊക്കെ തോട്ട്സ് ആണ് എന്നെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പിന്തിരിപ്പിക്കുന്നത് എന്നാലും നമ്മൾ എങ്ങനെ അവെയർ ആയിക്കൊണ്ടിരിക്കാം. എന്തെങ്കിലും നമുക്ക് പെട്ടെന്നൊരു അപ്പൊ ഞാൻ ഈ ഒരാഴ്ചയിൽ ഇപ്പൊ നമ്മൾ എന്നും ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലൊരു അടുപ്പിച്ച് ഒരു 3-4 ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, ഓക്കെ, ഔട്ടിങ്ങിന് ഇറങ്ങി. അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, ഇന്നും ഇപ്പൊ ഞാൻ ഇറങ്ങിയാൽ ഇപ്പൊ എന്താ എന്റെ വീട്ടിലുള്ളവർ വിചാരിക്കുക, അല്ലെങ്കിൽ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പുറത്തെ വീട്ടിലുള്ള താത്ത അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലുള്ള കൈ എന്താണ് എന്നോട് ചോദിക്കുക, ഈ എങ്ങോട്ടാ പോകുന്നത് എന്നും, നമുക്ക് എന്താ പരിപാടി എന്നൊക്കെ ഒരാള് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ആ ചോദ്യങ്ങളെ ഭയക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ പോകുന്ന കാര്യം നല്ലതിനാണെങ്കിൽ, ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണെങ്കിൽ, ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ, ആ ഒരു കാര്യത്തിൽ തെറ്റില്ല എങ്കിൽ നമ്മൾ പോകുന്നതിന് പിന്നെ എന്തിനു നമ്മൾ ഭയക്കണം? എന്തിനു ഭയക്കണം? നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് വി ആർ ഡൂയിങ് ദ റൈറ്റ് തിങ്. നമ്മൾ തെറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരെന്ത് പറയും എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. പക്ഷെ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്, മറ്റുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ, മറ്റുള്ളവരെ ബാധിക്കാതെ, മറ്റുള്ളവരിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാക്കാത്ത ഒരു നല്ല കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു തീർക്കുന്നതെങ്കിൽ പിന്നെ ദർ ഇസ് നോ പ്രോബ്ലം ഇൻ ദാറ്റ്. നമ്മൾ ആ ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ എന്താണ് ചിന്തിക്കുക, "ഓ, ഞാൻ ഇന്നും ഇറങ്ങിയപ്പോ പ്രശ്നമാവോ, ഇവരെന്ത് പറയും എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഉയർച്ചയും വളർച്ചയും തടയാൻ നിൽക്കുകയാണെങ്കിൽ ആ ഒരു ലൈനിൽ തന്നെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ പിന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊരു പാറ്റേൺ ആയിട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ പാറ്റേൺ മാറ്റാനുള്ള സമയം. ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ വേർഷൻ ആണ് നമ്മളെപ്പോഴും നമ്മളെ വർക്ക്ഷോപ്പിൽ കൊടുക്കല്. ഇതല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഇങ്ങനെ അവെയർ ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അവെയർ ആയി ആ തോട്ട്സിനെ പിക്ക് ചെയ്ത്
ആ തോട്ട്സ് എന്തുകൊണ്ട് വരുന്നു, എവിടെ നിന്ന് വരുന്നു, എവിടെ ഞാൻ ബ്രേക്ക് ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കി അതിൽ നമ്മൾ ഇങ്ങനെ അവെയർ ആക്കിക്കൊണ്ട് നിന്നാലും നമുക്ക് അതിൽ നിന്ന് മറികടക്കാൻ പറ്റും. ഇത് അവെയർ ആവാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ആ ലൂപ്പിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ചിലർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റിലെ പറഞ്ഞല്ലോ, ഇതിനെക്കുറിച്ച് അവയർനെസ് കൂടിയില്ല, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള അവയർനെസ്സിൽ അവരെങ്ങനെയും ചിന്തിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ചിന്തിച്ച് 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 അവരുടെ ജീവിതം തന്നെ ഒരു എന്താണ് ഒരു കറക്കത്തിലായിരിക്കും. അപ്പൊ ഈ ഒരു കറങ്ങുന്ന സർക്കിളിൽ നിന്ന് നമുക്ക് നമ്മുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ, ഗ്രോ ചെയ്യണമെങ്കിൽ, ഒരു പുതിയൊരു ട്രാജക്ടറിയിലേക്ക് നമ്മളെ ഉയർത്തണമെങ്കിൽ വി ഹാവ് ടു ബ്രേക്ക് ദാറ്റ് പാറ്റേൺ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഓരോ സെഷനിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ കോൺഷ്യസ്നെസ് ഉയർത്താനും നമ്മളെ ലൈഫിനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിലൊക്കെ ആര് വർക്ക് ചെയ്യുന്നു അവർക്കൊക്കെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. കാരണം ഓരോ കാലം കഴിയുന്തോറും ആൾക്കാർ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ കോൺഷ്യസ്നെസ് ഇങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കണം. അപ്പൊ ഈ കോൺഷ്യസ്നെസ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് നമ്മളിപ്പോഴും ആ പഴയ ചിന്താഗതിയിലും നമ്മളെ തളർത്തുന്ന ചിന്തകളിലും നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ പ്രായം അത്ര ആയില്ലെങ്കിൽ കൂടി നമ്മൾ പെട്ടെന്ന് വയസ്സായി പോകും എന്നുള്ളതാണ്. സോ ബ്രേക്ക് ദാറ്റ് പാറ്റേൺ ആൻഡ് കം ഔട്ട് ഓഫ് ദിസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹോപ്പ് you all got some points from this. And thank you all for attending this session. ഇനി ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക കേട്ടോ.